എനിക്ക് വല്ല മാറാരോഗം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങണം അല്ലേ? അതിനേക്കാളും നല്ലതേ തനിക്ക് മന്ദതയുണ്ടെന്നോ തന്റെ തലയ്ക്ക് സുഖമില്ലെന്നോ പറഞ്ഞ് വല്ല സൈക്യാട്രിസ്റ്റിനെ കണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേ. നമ്മുടെ ഊളംപാറയില്ലേ, ഊളംപാറ, അവിടുത്തെ സർട്ടിഫിക്കറ്റിനെ ഭയങ്കര വാല്യൂ ആ. വാങ്ങിക്കാൻ വേണമെങ്കിൽ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം. വേണോ? അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നാ മതി. എന്റെ ആമി ഉൾപ്പെടെ എല്ലാവരും കണ്ടം വഴി ഓടും. താടിയും മുടിയും വളർത്തി ഭ്രാന്തനെ പോലെ നടക്കുന്ന കണ്ടാൽ അറിയാം. എന്നേക്കാളും മുഴുത്ത ഭ്രാന്തേ നിനക്കാ, മനസ്സിലായോ? അല്ലെങ്കിൽ ഇതുപോലൊരു മുഴുത്ത ഭ്രാന്ത് എഗ്രിമെന്റ് ആയിട്ട് നീ വരുമായിരുന്നോ? ദേ അന്ന് തുടങ്ങിയതാ എന്റെ പെടാപാട്, മനസ്സിലായോ? അതെ, തന്റെ മമ്മി എന്തിനാ എന്നെ അങ്ങോട്ട് വരാൻ പറഞ്ഞേ? അത് പൂജയ്ക്ക് ഡിസൈനിന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട്. ക്ലാസ് എടുക്കാനോ? ആ, അവളിനി ഓഫീസിലിരുന്ന് പഠിക്കില്ലെന്ന്. ആ പ്രതിഭ ഓഫീസിൽ വെച്ച് ടോർച്ചർ ചെയ്തില്ലേ, അതുകൊണ്ട് സാറ്റർഡേ സൺഡേ താൻ ഇവിടെ ഒന്ന് പഠിപ്പിക്കണമെന്ന്. ഇതും സിദ്ധു സാറിന്റെ പുതിയ പദ്ധതിയാണോ? അതെ, എന്റെ പുതിയ പദ്ധതിയാ. നിന്റെ മുഴുപ്രാന്തേ എനിക്കിവിടെ കണ്ടിരുന്ന് ആസ്വദിക്കാലോ. അങ്ങനെയാണെങ്കിലേ സിദ്ധു സാർ ഒരു കാര്യം ചെയ്, പൂജയും കൊണ്ട് എന്റെ വീട്ടിലോട്ട് പോരെ. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് ഇയാളുടെ തലഭ്രാന്ത് കാണാമല്ലോ. ആ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീക്ക് വരാം. താ ഒരു കാര്യം ചെയ്, നാളെ ഇങ്ങോട്ട് വാ. എന്റെ പപ്പയും മമ്മിയൊക്കെ വിളിച്ചതല്ലേ. ഞാനൊന്ന് ആലോചിക്കട്ടെ. അതെ, ആലോചിക്കാനൊന്നുമില്ല, ഇങ്ങ് വന്നാ മതി. ഓഹോ, ഇയാളങ്ങനെ അങ്ങ് കമാൻഡ് ചെയ്താലൊന്നും ഞാൻ ഇങ്ങോട്ടും വരാൻ പോകുന്നില്ല. ഇല്ല, കമാൻഡ് ചെയ്യുന്നില്ല. പ്ലീസ് മേഡം ഒന്ന് വരൂ, പ്ലീസ്. അപ്പയും അമ്മയും കൂടെ വഴക്ക് കൂടി കഴിഞ്ഞപ്പോ രണ്ടുപേരും രണ്ടിടത്തായി. അവസാനം അമ്മ വന്ന് എന്നെ വിളിച്ചോണ്ട് വന്നു, നാട്ടിലെ സ്കൂളിൽ ചേർത്തു. വല്ലാത്തൊരലച്ചിലായിരുന്നു. തന്റെ അപ്പയ്ക്ക് വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നല്ലേ? രണ്ടുപേരുടെയും ഭാഗത്ത് ശരിയുണ്ടായിരുന്നില്ല. അമ്മയ്ക്കും അമ്മയുടെ ഇഷ്ടം, പിന്നെ അപ്പയ്ക്കും അപ്പയുടെ ഇഷ്ടം. അല്ല, ഈ സിദ്ധുവിന്റെ കൂടെ ജീവിക്കണം എന്നുള്ളത് തനിക്ക് പണ്ടോട്ടുള്ള ആഗ്രഹമായിരുന്നോ? ആദ്യമൊക്കെ എന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ആയിരുന്നു. നല്ലൊരു ഫ്രണ്ട്ഷിപ്പിനപ്പുറത്തേക്ക് എന്റെ മനസ്സാ വളർന്നത്. എനിക്കിഷ്ടമായിരുന്നു. അപർണയുടെ കാര്യം സിദ്ധു എന്നോട് പറയുന്നത് വരെ. അപ്പോ അവൻ തന്നെ തേച്ചിട്ട് പോയപ്പോ ദേഷ്യം വന്നില്ല? തേച്ചിട്ട് പോവാൻ അവനെന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ. എന്റെ മനസ്സിലുള്ള സ്നേഹം ഞാൻ പറഞ്ഞു. ശരത്തുമായിട്ട് നാട്ടിൻപുറത്ത് ഒരു വീട്. അതിപ്പോ അതൊക്കെ തനിക്ക് പെട്ടെന്ന് മടുക്കൂടോ? മടുക്കുമ്പോ നമുക്ക് US പോകാം. അങ്ങനെ നമുക്ക് വന്നും പോയും ഇരിക്കാം. എന്താ? നല്ലൊരു ഐഡിയ ആണ്. അതെ, നിങ്ങളെ രണ്ടുപേരെയും പപ്പ അന്വേഷിക്കുന്നുണ്ട്. അല്ല, പിന്നെ ഈ പപ്പയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ? ആദ്യം സിദ്ധുവിന്റെ കല്യാണ തീയതി അറിയട്ടെ. അല്ല, ഈ നാട്ടിലും മറ്റേ സെൻട്രലൈസർ AC പണിയൊക്കെ എന്തായി? അതൊക്കെ കഴിഞ്ഞായിരുന്നോ? അതൊക്കെ അന്നേ കഴിഞ്ഞല്ലോ, അല്ലടി മുന്നു? അല്ല, ഇവള് പറഞ്ഞായിരുന്നു നിങ്ങളുടെ വീട് കൊച്ചറക്കില് പഴയ രാജകുടുംബത്തിന്റെ കൊട്ടാരത്തിന്റെ ഷേപ്പ് ഒക്കെ ആണെന്ന്. അത് ശരിയാണോ ചേച്ചി? ആ, പിന്നെ കൊട്ടാരമായിരുന്നു കൊച്ചറക്കൽ പാലസ്. ആ, ഇപ്പോഴും അത് തന്നെയാ. ഈ ജനലും വാതിലും ഒക്കെ തുറന്നിട്ടാലേ AC പോലും വേണ്ട. പക്ഷേ മമ്മിക്ക് ഭയങ്കര നിർബന്ധം ഈ സെൻട്രലൈസ്ഡ് AC വേണോന്ന്. അപ്പൊ ഞാൻ കല്യാണം കഴിച്ച് അവിടെ തന്നെ കൂടുന്നതായിരിക്കും നല്ലതല്ലേ? അതെന്തിനാ? നാട്ടിൻപുറമല്ലേ? നിങ്ങള് കല്യാണം കഴിച്ച് US സെറ്റിൽ ആവുമല്ലേ, അതല്ലേ നല്ലത്. ഇവിടെ ഉള്ളവരൊക്കെ വന്ന് അസൂയ. തളർന്നുപോയി എനിക്ക് ചാരി നിൽക്കാനുള്ള ചുമരായിരുന്നു അയാൾ. കൂടെ നിന്ന്
ആത്മാർത്ഥ സുഹൃത്ത്. വീണ്ടും ഞാൻ ഒന്നേന്ന് ബിസിനസ് തുടങ്ങി. പവിത്രനായിരുന്നു ബലം. എന്നും അക്കൗണ്ടന്റായി പിന്നിലും മാറി നിന്നിട്ടേ ഉള്ളൂ അയാൾ. ഇന്ന് നിങ്ങൾ എന്തിന്റെ പേരിൽ തർക്കിക്കുന്നുവോ ആ സ്വത്തിന്റെ എല്ലാം പിന്നിൽ പവിത്രനെന്ന ആ മനുഷ്യന്റെ ശക്തിയും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ കുട്ടി എനിക്കും മഞ്ജുവിനും ജനിക്കാതെ പോയ മകളാ. ഇത് ഒരു കടം വീട്ടിലല്ല, കടമ ചെയ്യല. അതുകൊണ്ട് സൊണാലി ഫാമിലിയുടെ ആകെ സ്വത്തിന്റെ കാൽഭാഗത്തിന്റെ അവകാശി ഈ പൂജയായിരിക്കും. ഈ തീരുമാനത്തിന് ഇനി മാറ്റമില്ല. അഞ്ജു, വാ മോളെ. ശിവ അമ്മ ഇങ്ങോട്ട് വരെ. ഭാര്യയുടെ പുറകെ പോവാ. ഇഷ്ടം പൊന്നുമോനൊന്ന് വാ. എന്താ വരാൻ. മതിയായോ നിങ്ങൾക്ക്? ഞാൻ 100 വട്ടം നിങ്ങളോട് പറഞ്ഞതാ, അവസാനം പുറത്താവുന്നത് നിങ്ങൾ ഞാനും ആയിരിക്കുന്നു. നിങ്ങളെ MD സ്ഥാനത്തുനിന്ന് മാറ്റി അവിടെ സിദ്ധുവിനെ കൊണ്ടിരുത്തിയ അന്ന് മുതൽ ഞാൻ പറഞ്ഞതല്ലേ ഈ സൊണാലിന്ന് പുറത്താവൂന്ന്. ഇത്രയും കാലമായിട്ടും തിരിച്ചു കയറാൻ പറ്റിയോ? ദുബായിലെ ബിസിനസ് മുഴുവൻ എഴുതി തന്നിരിക്കുന്നു. എന്തിനാ? ഓരോ വർഷം കഴിയുന്തോറും പുതിയ കമ്പനികൾ വരുമ്പോ നമ്മുടെ ബിസിനസ് താഴോട്ടാ. ആ മണലെറിയുന്ന വിത്ത് മുളക്കില്ലാന്ന് എനിക്ക് അന്നേ അറിയാം. 10-20 വർഷം കഴിഞ്ഞാലേ നമ്മൾ അവിടെ നിന്നെല്ലാം വാരിക്കെട്ടി തിരിച്ച് പ്രവാസിയായിട്ട് വരേണ്ടി വരും. അങ്ങനെ വരുമ്പോഴേ ചുരുണ്ടുകൂടി കിടക്കാൻ വേണ്ടി ബാംഗ്ലൂർ ഒരു പ്രോപ്പർട്ടി തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങ് ആശ്വസിച്ചോ? എന്റെ മമ്മ അന്നേ പറഞ്ഞതാ പാർട്ടീഷൻ വേണമെന്ന്. അന്ന് ശിവ പറഞ്ഞത് എന്താ? പപ്പയെ വിശ്വാസമാണ്, എല്ലാം ഉരുട്ടി വാരി അങ്ങ് തരുമെന്ന്. ശിവ, നിങ്ങൾ രണ്ടുപേരും ആ തള്ളയുടെ വയറ്റിൽ തന്നെ പിറന്നതല്ലേ. ഇങ്ങനെയുണ്ട് ഒരു പാഷ്വാലിറ്റി. ബിസിനസ് അവൻ കൊണ്ടുപോകട്ടെ, പക്ഷേ ഈ തറവാട് അതെനിക്ക് വേണം. അതെനിക്ക് തന്നേ പറ്റൂ. ഞാനത് വാങ്ങിക്കും. അത് മാത്രം പോരാ, പൂജയ്ക്കെന്നും പറഞ്ഞ് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഈ 25% ഇല്ലേ, മൂന്നാറിലെ പ്രോപ്പർട്ടി ഉണ്ട്, തേയിലത്തോട്ടം, കട്ടപ്പനയിലെ ഏലവും കാപ്പിയും കുരുമുളകും. ഇതൊക്കെ എത്ര ഏക്കറാണെന്ന് വല്ല കണക്കുണ്ടോ? അതെല്ലാം കൂടെ ആ പെണ്ണിന് വാരിക്കൊരി കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയണ്ടേ ശിവ? പപ്പയ്ക്കും അമ്മയ്ക്കും മാറ്റിവെച്ച ഗസ്റ്റ് ഹൗസും അതിനോട് ചേർന്ന പ്രോപ്പർട്ടിയും അവരുടെ കാലശേഷം ആർക്ക് അനുഭവിക്കാനുള്ളതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. അതും ഈ പൂജയ്ക്കാണോ അതോ സിദ്ധുവിന് ഭാര്യയ്ക്കുള്ളതാണോന്ന് അറിയണം. അറിയണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചെന്നാ വിൽപത്രത്തിന്റെ കോപ്പി എടുത്ത് വക്കീലിന്റെ മുമ്പിൽ കൊണ്ട് കൊടുക്ക്. ഞാൻ ഇപ്പൊ തന്നെ എന്റെ മമ്മിയെ വിളിച്ചിട്ട് അഡ്വക്കേറ്റിനോട് സംസാരിക്കാൻ പറയാം. നമുക്ക് ലീഗലി മൂവ് ചെയ്യാം, അല്ലാതെ വേറെ ഒരു വഴി. വിൽപത്രം വായിച്ചത് പപ്പയാണെങ്കിലുവേ മമ്മിയായിട്ട് ആലോചിച്ചായിരിക്കും തീരുമാനം എടുത്തത്. അവര് രണ്ടുപേരും ഒറ്റക്കെട്ടാ ആമി. ആ, അതാണ് ആ കുടുംബത്തിന്റെ വിജയം. എന്നിട്ട് നിന്റെ സിദ്ധുവിന്റെ നിലപാടെന്താ? എന്റെ സിദ്ധുവോ?
പിന്നാരുടെ? പുള്ളിക്കാരൻ പപ്പയുടെ മമ്മിയുടെ സൈഡാ. പൂജയ്ക്ക് എത്ര കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ആ, ആളൊരു മമ്മി മോനാണെന്നേ എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ട്. പൂജയും കൂടെ വിളിച്ചിരുത്തി അവളുടെ മുന്നിൽ വെച്ചാ പപ്പ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. പാവം കുട്ടി അതാകെ പേടിച്ചുപോയി. എനിക്ക് സ്വത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. വലിയൊരു പുണ്യവാ പപ്പയും മമ്മിയും ചെയ്യുന്നത്. സ്വത്തിലൊന്നും അല്ല മോളെ, മനസ്സിന്റെ വലിപ്പത്തിലാ കാര്യം. സോനാലിയിലെ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴേ ഒരമ്മ എന്ന നിലയിൽ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ? മനസ്സ് നിറയെ നന്മയുള്ള ഒരു അമ്മയുടെ കുടുംബത്തിലേക്കാ എന്റെ മോള് ചെന്ന് കയറാൻ പോകുന്നേ. ഞാൻ ചെന്ന് കയറാനോ? പിന്നെ ഞാനാണോ കല്യാണം കഴിഞ്ഞ് സോനാലിയിലേക്ക് പോകുന്നത്? സിദ്ധുവിന്റെ മമ്മി എന്നൊക്കെ കാര്യമായി എന്റെ മോളെ നോക്കും. പിന്നെ ഇവിടെ കിട്ടാതിരുന്ന ഒരു ഭാഗ്യം കൂടി എന്റെ മോക്ക് അവിടെ കിട്ടും. ഒരച്ഛന്റെ വാത്സല്യം. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? നിന്റെ സിദ്ധു. ഇഷ്ടന്റെ മനസ്സ് നിറയെ നീയാണല്ലോ. നിന്റെ മനസ്സ് നിറയെ സിദ്ധുവും. ആമി, നടക്കട്ടെ നടക്കട്ടെ. ഞാനൊന്നും പറയുന്നില്ലേ എന്റെ ഗുരുവായൂരപ്പോ. എനിക്കൊന്നും അറിയില്ലേ. Good night. ആ, പോയി കിടന്നോ. ആ, ചെല്ലേ. ഡി, മണി 10 നീ ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നില്ല. ആ, അത് ശരി. അപ്പൊ ഉറക്കം വരാൻ വേണ്ടിയാണ് ബുക്ക് എടുത്തു വെച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, എങ്ങനെ മനസ്സിലായി? എടി കൊച്ചേ, നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. പുസ്തകം തുറന്നു വെച്ച് സ്വപ്നം കാണുന്ന പാർട്ടിയല്ലേ നീ? അല്ല, ഇന്ന് ഡിസൈൻസ് ഒന്നും തീർക്കാനില്ലേ? ഇല്ല. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞാൽ ജോലിയൊന്നും ചെയ്യണ്ടല്ലോ, ചെയ്യിപ്പിച്ചാ പോരെ? ഡി, നീ ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വന്ന് കിടക്കാൻ നോക്കടി. സിദ്ധുവേട്ടനായിട്ട് ഫോണിൽ സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോ. എനിക്കാരെയും ഫോൺ ചെയ്യാനൊന്നും ഇല്ല. പിന്നെ ഫോൺ ചെയ്യാത്ത ഒരാള് പാതിരാത്രിക്കും കൊച്ചു വെളുപ്പാൻ കാലത്തുമൊക്കെ ഡിസൈൻസിന്റെ ഡൗട്ട് എന്നും പറഞ്ഞ് എന്തൊക്കെയായിരുന്നു. എടി പെങ്കുച്ചെ, നീ പോയാ ലൈറ്റ് ഓഫ് ചെയ്തേ. പറഞ്ഞ കേക്കില്ലേ, പോയി ലൈറ്റ് ഓഫ് ചെയ്യാൻ. എന്നിട്ടൊന്ന് കിടക്ക്. ശരി. ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? എന്തുവാടി? ചേച്ചി എങ്ങനാ സിദ്ധുവേട്ടനായിട്ട് ഇഷ്ടമായത്? ഇഷ്ടം തുടങ്ങിയൊന്നു? ഓഫീസിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പാണോ അതോ അതിന് ശേഷാണോ? എനിക്ക് ആരോടും ഇഷ്ടം തോന്നിയിട്ടൊന്നുമില്ല. ഇഷ്ടം തോന്നിയത് സിദ്ധുവേട്ടനാ. ആ, അതെങ്ങനാന്നാ ചോദിച്ചേ. എങ്ങനായിരുന്നു? എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. ആ, നല്ല ആൺകുട്ടികൾ അങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കും. അതുമല്ലെങ്കിൽ വീട്ടിൽ കേറി വന്ന് ചോദിക്കും, മോളെ ഇങ്ങ് കെട്ടിച്ചു തരുമോന്ന്. ചങ്കൂറ്റല്ലേ ഇത്, ചങ്കൂറ്റം. അതിനല്ലേ സിദ്ധുവേട്ടനും ചെയ്തേ. അപ്പൊ ചങ്കൂറ്റമുള്ള ആൺകുട്ടിയാണ് സിദ്ധുവേട്ടൻ എന്നാണ് എന്റെ പൊന്നുമോള് പറഞ്ഞു വരുന്നത്. ചങ്കൂറ്റം, അത് ചങ്കൂറ്റം. ആ, ആൺകുട്ടികളായ അങ്ങനെ വേണം അല്ലേ? എന്നിട്ട് ആ മനുഷ്യൻ എന്താ എന്റെ മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടെ പറയാത്തത്? എന്താ എന്താ? ഒന്നുമില്ല. അങ്ങനാണെങ്കിലേ ചേച്ചി എപ്പോഴാ ഓക്കെ പറഞ്ഞത്? ഞാൻ ആരോടും ഓക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ പറഞ്ഞില്ലെന്നോ? എന്തൊരു കൊള്ളവായി. പോണ്ട സമയമായല്ലോ. ചേച്ചി പുതിയ ഗെറ്റപ്പിലെ അടിപൊളിയായിട്ട് ഒരുങ്ങിയപ്പോണ്ട്. കല്യാണത്തിന്റെ ആവേശത്തിലാ. ഇതെന്തോ അമ്മി വേറൊരു പാത്രത്തിലോ? ഇതേ സ്പെഷ്യലാ സിദ്ധുവിന്. അമ്മായിയമ്മയുടെ സ്നേഹം. നടക്കട്ടെ. അപ്പൂ, മോളെ, അപ്പൂ. ആ, ആമി, മോളെ, സമയം എത്രയെന്ന വിചാരം? ഇനി ചെല്ലുമ്പോ ഓഫീസ് ടൈം കഴിയില്ലേ? ആമി, ഞാനീ ഇന്ന് സ്കൂട്ടർ എടുക്കുന്നില്ല. വണ്ടി വരും. അതെന്താ? നീ ഓഫീസ് വണ്ടിയിൽ കയറില്ലെന്നല്ലേ പറഞ്ഞേ?
അതല്ല കമ്പനി വേണ്ടി അല്ല വരുന്നത്. ഏ? സിദ്ധുവേട്ടൻ വരും. ഇങ്ങോട്ടോ? ആ എത്താറായി. വീട്ടിലേക്ക് വരുമ്പോ എന്തേലും കൊടുക്കണ്ടേ നമുക്ക് കാര്യമായി? ഞാനൊരു നല്ല കോഫി എടുക്കാം. അയ്യോ വേണ്ട വേണ്ട, ഞങ്ങള് ഇറങ്ങുവാ ആമി. ഷൂ ഇവിടെ വരെ വന്നിട്ട് ഒന്നും കൊടുക്കാതെ പറ്റില്ല. വേണ്ട ആമി. ദേ വന്നല്ലോ പ്രണയരഥം. ആമി ഞാനങ്ങ് പോട്ടെ ആമി. നീ ഒന്നും മിണ്ടായിരിക്കപ്പൂ. ഇവിടെ വരെ വന്നിട്ട് ഒന്നും കൊടുക്കാതെ വിടാനോ? ചെന്ന് വിളിച്ചേ. ആമി എന്റെ അപ്പു, ഇത് ഇവിടെ വെച്ചിട്ട് പോയി ചെന്ന് വിളിച്ചേ. ഞാൻ കോഫി എടുത്തിട്ട് വരാം. അപ്പു ചെല്ലപ്പൂ. ആമിയേ ഓ കടുപ്പ് ഇച്ചിരി കൂട്ടിയിട്ടോ. തല്ലി പൊട്ടിക്കല്ലേ, വന്ന് വണ്ടി കയറി സമയങ്ങളല്ലേ. വാ. ആമി വിളിക്കുന്നുണ്ട്, ഒന്ന് വീട്ടിൽ കയറിട്ട് പോവാൻ വാ. അതെ, നമ്മൾ തമ്മിലുള്ള ധാരണയല്ലേ. ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്റെ ആമീനെ കണ്ടു കളയാന്നൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. കളിക്കല്ലേ സാറേ, ഒന്ന് വന്ന് കയറിട്ട് പോ. ആമി അന്വേഷിക്കുന്നു, വീടിന്റെ മുറ്റത്ത് വരെ വന്നിട്ട് ഒന്ന് കയറിട്ട് പോ പ്ലീസ് പ്ലീസ് പ്ലീസ്. കല്യാണ ചെറുക്കം വീട്ടിലൊന്ന് കേറാതെ പോകുന്നു മോശമാണല്ലേ. താനേ ഒരു കാര്യം ചെയ്യും, ബാഗ് എടുത്തിട്ടോ, വെയിറ്റ് ചെയ്യാം. അതെ അതെ. എടോ താക്കോലൊന്ന്. എന്താണ് ഇങ്ങോട്ട് വാ. വീട് വലിച്ചിട്ട് കൊല്ലുവോ? ഇത് തന്റെ സ്കൂട്ടർ അല്ലേ? വർക്ക്ഷോപ്പിലാന്നല്ലോ പറഞ്ഞേ. അത് വർക്ക്ഷോപ്പിലൊന്നും അല്ല, ദേ ഇരിക്കുന്നു. ഓ, അപ്പൊ പിന്നെ പെട്രോൾ ഇല്ലായിരിക്കും അല്ലേ? പെട്രോൾ ഒക്കെ ഉണ്ട്, ഞാൻ ചുമ്മാ പറഞ്ഞ. ഓട്ടോയിലോ ബസ്സിലോ ഒക്കെ അലഞ്ഞു തിരിഞ്ഞു വന്നാലേ അത് സൊണാലിക്കാർക്ക് ഭയങ്കര ഞങ്ങൾക്ക് നാണക്കേടല്ലേ. ഒരു നാണക്കേടുമില്ല, അങ്ങ് എത്തിയാ മതി കേട്ടാ. ഉണ്ട്, നാണക്കേടുണ്ട്. ആമിക്ക് നാണക്കേടുണ്ട്, നിങ്ങളുടെ മമ്മിക്ക് നാണക്കേടുണ്ട്, വീട്ടിലെ എല്ലാവർക്കും നാണക്കേടുണ്ട്. വാ ആമി അകത്തൊന്നും വരാൻ. വാ സിദ്ധുവേട്ടോ വാ വാ വാ. അതെ, രാവിലെ ചേച്ചിയുടെ ഒരുക്കവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ പ്രണയരഥം ഇങ്ങനെ ഒഴുകി ഒഴുകി വരൂന്ന്. പ്രണയരഥോ? ആ എന്താ പരിപാടി? എന്തൊക്കെയാടി പറയുന്നത്? ചുമ്മാരി. മോനെ ആ അമ്മി, ഗുഡ് മോർണിംഗ്. കോഫി. ആ താങ്ക് യു. ഇരിക്കും. ഇല്ല അമ്മി, പോയിട്ട് ഒരുപാട് തിരക്കുണ്ട്. വേണ്ട വേണ്ട, ഇരുന്ന് കഴിക്കും. ഇരിക്കും മോനെ. അല്ല അമ്മി, ഇരുന്ന് കാപ്പി കുടിച്ചിട്ട് പോയാ മതി. ദേ കഴിച്ചേ. അയ്യോ വേണ്ട അമ്മി. ഒന്ന് കഴിച്ചു നോക്ക് മോനെ. അയ്യോ വേണ്ടായിട്ടാ. ഞാൻ ഉണ്ടാക്കിയതല്ലേ, ഒന്ന് കഴിച്ചു അല്ല നോക്ക് അമ്മി, മോനെ. കഴിച്ചതുകൊണ്ടല്ലേ. അല്ല അമ്മി, എനിക്ക് വേണ്ടാത്തോണ്ടാ. അല്ല മോളെ സിദ്ധുവേട്ടാ, അത് ആമി ഇത്രയും സ്നേഹത്തോടെ ഉണ്ടാക്കിയതല്ലേ. ഇങ്ങട്ടാ അല്ല, എനിക്ക് വേണ്ട. കഴിക്കേ സിദ്ധുവേട്ടാ, കഴിക്കേ. വേണ്ടാത്തോണ്ടാന്നും. കഴിക്കേ കഴിക്കേ കഴിക്കേ. 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 നല്ല പലഹാരം. അതെ, രണ്ടുപേരും കൂടെ കല്യാണം കഴിഞ്ഞ് എങ്ങോട്ടാ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നേ? ചേച്ചിയാണെങ്കി ഒന്നും മിണ്ടുന്നില്ല. അതെ, കുറച്ച് തിരക്കുള്ള സമയല്ലേ, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അറിയാം. സിദ്ധുവേട്ടന്റെ ഹണിമൂൺ ഓഫ് റോഡും ഡ്രൈവിംഗും ഒക്കെ അല്ലേ. എനിക്ക് ഹണിമൂണിന് കിട്ടാൻ പോകുന്ന ശിക്ഷ ഇതൊക്കെ തന്നെ ആയിരിക്കും. ആ അങ്ങനെയാണെങ്കിലേ അതൊരു വെറൈറ്റി ഹണിമൂൺ ആയിരിക്കും. ആ അതെ. ഇല്ലേ? മിക്കവാറും. കഴിക്കേ കഴിക്കേ. ഇത് ഞാൻ സമയമുള്ളപ്പോ ഒന്ന് കഴിക്കാം. മതിയാമി. ശരി. ഇവിടെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ആയിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ മമ്മി അറിയിക്കുന്നുണ്ട്. എന്നാ ഞാൻ ശരി മോളെ. ശരി അമ്മി. മോളെ ഇതൊക്കെ അങ്ങോട്ട് എടുത്തു വെച്ചേ. കൊറേ നാളായിട്ട് കാണുന്നല്ലേ, ഒന്ന് പറ. എന്റെ മനസ്സിലെ പ്രണയത്തിന്റെ നിറം സാർ അറിഞ്ഞു കാണുമല്ലോ, ഒന്ന് പറ. ലാൻഡ് ചെയ്ത് കിട്ടി, ഇനി ഇത് പിടിച്ചു കയറാം. ഇത് പൊളിക്കും. സർ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. അതിനെ തന്റെ മനസ്സിൽ പ്രണയമില്ലല്ലോ, ശൂന്യതയല്ലേ, ബ്ലാക്ക് ഡാർക്ക്. എന്റെ മനസ്സിൽ പ്രണയം ഇല്ലെന്നാണോ സാറ് പറയുന്നത്? ആ ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരുമാതിരി മൂശാട്ട 24 മണിക്കൂറും. ഇമാതിരി ആൾക്കാരുടെ മനസ്സിലെ
പ്രണയമേ ഉണ്ടാവില്ല. അതെ, അവിടെയാ ഇയാൾക്ക് തെറ്റിയത്. എന്റെ മനസ്സില് പ്രണയം കാണാതെ പോകുന്നവരെ അന്തന്മാര്. ദേ, ആ കൂളിംഗ് ഗ്ലാസ് എടുത്തു വെക്ക്, എന്നിട്ട് നോക്ക്, അപ്പൊ മനസ്സിലാവും. ഈ കൂളിംഗ് ഗ്ലാസ് താൻ വെക്ക്, കൂടുതലേരുന്ന അവിടെയാ. അപ്പോ തനിക്ക് പ്രണയമുണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? ഉണ്ട്, ഒരുപാട് പ്രണയമുണ്ട്. ആ, കാണും. പൂക്കളോടും പ്രകൃതിയോടും സർവ്വ ചരാചരങ്ങളോടും കാണും. ഞാനീ മനുഷ്യന്റെ കാര്യമാ പറഞ്ഞേ. അങ്ങനെ ഒരു മനുഷ്യനെയാണല്ലോ നേരത്തെ വിവാഹം ഉറപ്പിച്ചു വെച്ചത്. തന്നെ തേച്ചിട്ട് വേറൊരുത്തിയോടൊപ്പം പോയില്ലേ, തന്റെ ബാലു. എടോ, തന്നെ പോലെ ചതിക്കപ്പെട്ട പെണ്ണുങ്ങളുടെ മുമ്പിൽ വരുന്ന എല്ലാ പുരുഷന്മാരും തനിക്ക് കുഴപ്പക്കാരായിരിക്കും. ഇയാൾക്കും അത് തന്നെയാണല്ലോ അനുഭവം. അതെന്താ പറയാത്തെ? ഒരു പാവം പിടിച്ച തനുശ്രീയെ വൃത്തിയായിട്ട് തേച്ചിട്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്? ഞാനോ? ആ, ഇയാള് തന്നെ. എടോ മനുഷ്യൻ, നമ്മൾ രണ്ടുപേരും ഒരേ വഞ്ചിയില് അങ്ങോട്ടും ഇങ്ങോട്ടും തുഴയുന്നവരല്ലേ? ഒരു കടവിലും എത്താൻ പോകുന്നില്ല. അവസാനം രണ്ടുപേരും മുങ്ങിച്ചാവേണ്ടി വരും. എങ്ങും എത്താൻ പറ്റത്തില്ല. കാലന്റെ വഴിക്ക് ഞാനങ്ങ് തുഴഞ്ഞു പോവും. ഞാൻ കൂടെ തുഴഞ്ഞാലോ? ഓ, താൻ തുഴയുന്ന എനിക്കെതിരെയല്ലേ? അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടണേ, ഞാൻ വെള്ളത്തിൽ ചാടി നീന്തി കരയ്ക്ക് ചെന്ന് വല്ല അന്റാർട്ടിക്കയിലും പോയി ജീവിക്കണം. എടോ മനുഷ്യൻ, ഞാൻ കൂടെ തുഴയെന്നല്ലേ പറയുന്നേ. ഓ, തുഴഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? എടോ, എന്നെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ സമ്മതിക്ക്, പ്ലീസ് 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 പ്ലീസ്. കാല് പിടിക്കാം. രക്ഷപ്പെടുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച്, മരിക്കുകയാണെങ്കിൽ ഒരുമിച്ച്. എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കണം എന്ന്. ആ മോളെ, ഓഫീസിലെത്തിയോ? ആ, ഇപ്പൊ എത്തിയതേ ഉള്ളൂ ആമി. ആ മോളെ, നീ എന്ത് പരിപാടിയാ കാണിച്ചേ? ഇന്നലെ ഉണ്ടാക്കിയ ചക്ക ഹൽവ സിദ്ധുമോന് കൊടുക്കണ്ടായിരുന്നോ? നീ അത് ഓർമ്മിപ്പിച്ചില്ലല്ലോ. ഇത് പറയാനാണോ ആമി ഇപ്പൊ എന്നെ വിളിച്ചേ? വീട്ടിൽ നിന്ന് വന്നു കയറിയ ഉടനെ ആമി വിളിച്ചതിന് മുഖം വീർപ്പിച്ചിരിക്ക ഇവിടെ. അപ്പോഴാ ഇനി ചക്ക ഹൽവ. അയ്യോ, നിന്നോട് ദേഷ്യപ്പെട്ടോ? ദേഷ്യല്ല, പരിഭവം. ഇഷ്ടം കൂടുമ്പോ ഉണ്ടാവുന്ന ഒരു തരം ചൊറിച്ചിലില്ലേ, അത്. അതെ, ഞാനേ ഫ്രീ ആവുമ്പോ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ? അയ്യോ വെക്കല്ലേ. ദേ, നാട്ടിൽ നമ്മുടെ പ്രഹ്ലാദം വന്നിട്ടുണ്ട്. എപ്പ വന്നു? ദേ ഇപ്പൊ വന്നേ ഉള്ളൂ. അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? വിശേഷം ഇവിടെ അല്ലേ കുഞ്ഞെ, കല്യാണമല്ലേ. ഇനി അങ്ങോട്ട് അധികം ദിവസം ഇല്ലല്ലോ. ഓരോ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണമെങ്കിൽ ആരെങ്കിലും ഒക്കെ വേണ്ടേ? ആമി, കല്യാണത്തിന്റെ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടാൻ ഇഷ്ടം പോലെ ആളുണ്ടല്ലോ ഇവിടെ. അതുമല്ല, മാരേജ് ഇവന്റ് ആയിട്ട് നടത്തുന്ന ടീമും ഉണ്ടല്ലോ. എന്റെ കുറെ ഫ്രണ്ട്സും ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അവരോട് സംസാരിക്കാം. കല്യാണമൊക്കെ നടത്തുന്നവരവര്. മോളെ, അതൊക്കെ മോള് വരുമ്പോ പ്രഹ്ലാദിനോട് പറഞ്ഞാ മതി. ഞങ്ങക്കേ രജിസ്ട്രേഷൻ ഓഫീസിലൊന്ന് പോണം. അഡ്വക്കേറ്റിനോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ അമ്മേ? കല്യാണത്തിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ആക്കി വെക്കണ്ടേ? ഓ, സൊനാലിയിലെ പോലെ പാർട്ടീഷനാണോ? പാർട്ടീഷൻ എന്തിനാ? ഇവിടെ ആണും പെണ്ണുമായിട്ട് നീ മാത്രല്ലേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഒന്ന് റെക്കോർഡിക്കലാക്കണം. ശരി മോളെ, ജോലി നടക്കട്ടെ. ഓക്കെ, ശരി അമ്മേ. അതെ, ആമി എല്ലാ കാര്യങ്ങളും അങ്ങ് സ്പീഡപ്പ് ആക്കിയിരിക്കുവാ. ഇപ്പോ സൊനാലിയിലെ പോലെ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങള് ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട് വീട്ടില്. ഈ സൗകര്യം നോക്കി ഉള്ളത് മുഴുവൻ സ്വന്തം പേരിലിട്ട് മാറ്റിക്കോ. ഭാവിയിലെ തന്നെ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് ഒരാൾ വരുമല്ലോ, അവനെങ്കിലും പ്രയോജനപ്പെടട്ടെ. ഞാൻ ഇയാളെ അല്ലാതെ വേറെ ആരും കെട്ടിയെടുക്കില്ല. അതെ, ഈ വണ്ടി കേറിപ്പോ തൊട്ട് പറയുന്നുണ്ടല്ലോ എന്തോ പറയാണ്ടെന്ന്. എന്താ അത്? ഒന്നുമില്ല
ഒന്ന് സമാധാനപ്പെട് സാറേ, സമയമുണ്ടല്ലോ, പറയാം. അങ്ങനെ സമാധാനിച്ചോണ്ടിരിക്കാനൊന്നും എനിക്ക് നേരമില്ല. ഈ കല്യാണം എന്ന് പറഞ്ഞ കുരിശ് വന്നതിന് ശേഷമേ ഈ ഓഫീസിലെ മുഴുവൻ കാര്യങ്ങളും താളം തെറ്റിയിരിക്കുക.